നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു സ്പെഷ്യൽ വീഡിയോയുടെ കുഞ്ഞൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തെക്കുറിച്ച് പറയാം. അയ്യോ, ഒരു നിമിഷം ക്ലിപ്പ് പോയി കേട്ടോ, ഫോണ് തട്ടിയിട്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ടോണേ. കണ്ടില്ലേ, കാല് വെച്ചാണ് പുള്ളിക്കാരൻ ഇതിന് ചവിട്ടി താഴ്ത്തുന്നത്. കണ്ടില്ലേ, കാല് വെച്ച്. കണ്ടോ? ഈ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല, അതിൽ അതായത് ഇത് പനിനീര് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ആ പനിനീര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസാപ്പൂക്കളൊക്കെ ശേഖരിച്ചു. അതിനുശേഷം അതിൻ്റെ ഇതളുകളൊക്കെ അവർ ഇറുത്ത് മാറ്റി. എന്നിട്ട് അതെല്ലാം കൂടി ഒരു വലിയൊരു ഭരണി പോലത്തെ ഒരു സംഭവത്തിനകത്ത് ഇടുകയാണ്. ഇട്ടതിന് ശേഷം ഇത്തരത്തിൽ കാലുകൊണ്ടാണ് അവരുടെ പ്രവൃത്തി. ഇതുപോലെ വന്ന് ശേഖരിക്കുകയാണ്. അതിനുശേഷം പുള്ളി ഇത് കൊണ്ടുവന്ന് തട്ടിയിട്ടു. പിന്നെ അതിനൊക്കെ ശേഷമാണ് പുള്ളിയുടെ കലാവിരുത് കൊണ്ടുവരുന്നു, തട്ടിയിട്ടു. ഇനി വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ. കാല് കണ്ടില്ലേ, ആ കാലിലിരിക്കുന്ന അഴുക്ക് ആ കാലുകൊണ്ടാണ് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത്. കണ്ട, കാലുകൊണ്ടാണ്. നോക്ക്, ആ വെള്ളത്തിൻ്റെ തന്നെ കളർ കണ്ടില്ലേ, എത്ര മോശം വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റോസ് വാട്ടർ തീർത്ഥമായിട്ട് സേവിക്കുന്നവർക്കും മുൾട്ടാനി മുൾട്ടി പോലുള്ള സംഭവങ്ങൾ കുഴച്ച് മുഖത്തിടാൻ വേണ്ടിയിട്ടൊക്കെ റോസ് വാട്ടർ ഉപയോഗിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ കിട്ടുന്ന സാധനമാണ്. ഇവന്മാരൊക്കെ കാലിലൊക്കെയുള്ള അഴുക്ക്, കാല് കൂടി കഴിവാതെയാണെങ്കിൽ വൃത്തികെട്ടവൻ അതിനകത്തേക്ക് കാല് ഇറക്കി ചവിട്ടി അത് ഫില്ല് ചെയ്തത്. കൈ വെച്ചിട്ട് കുറച്ചൊക്കെ ഫില്ല് ചെയ്തു, ബാക്കി മുഴുവനും ഇവർ കാലിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. എന്തല്ലേ, അതും കാലെന്ന് പറയുന്നത് വൃത്തിയില്ലാത്തൊരു സാധനമാണ്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചവിട്ടി നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ടോയ്ലറ്റിൽ വരെ പോകുന്നതാണ്. ഈ വൃത്തികെട്ടവന്മാരൊക്കെ ചെരുപ്പ് പോലും ഉപയോഗിക്കാൻ ഒരു ചാൻസും ഇല്ല. ആ വൃത്തികെട്ട കാലുകൊണ്ടാണ്. ആ കാലിലിരിക്കുന്ന ഒരു അഴുക്ക് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ബോധം കെട്ടുപോകും. പിന്നെ ജന്മത്ത് പനിനീര് കൈകൊണ്ട് തൊടാൻ തോന്നില്ല. ആ ഒരു സംഭവം എടുത്താണ് ഈ വേല കാണിച്ചിരിക്കുന്നത്. വൃത്തികെട്ട കാലുപയോഗിച്ച് അതിനകത്ത് ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. യുവമാരൊക്കെ വെക്കുന്ന ആ ഒരു പനിനീരാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടു കൊടുക്കുകയും അവർ വിഗ്രഹത്തിലൊക്കെ തളിക്കുകയും പിന്നെ നമുക്ക് തീർത്ഥജലത്തിനൊപ്പം മിക്സ് ചെയ്ത് തരുകയൊക്കെ ചെയ്യുന്നത്. എന്ത് ചെയ്യുമെന്ന് പറ, എന്തൊരു അരാജകത്വമാണ് ഈ കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ണിലുടക്കിയത് വളരെ ഉപകാരപ്രദമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇനിയെങ്കിലും തീർത്ഥം തന്നു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കാമല്ലോ. നമുക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് ഈ തീർത്ഥജലത്തിന് പിന്നിലുണ്ടാവുന്ന കാര്യം എന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർത്ഥജലം കുടിക്കുന്നവരും മുൾട്ടി കുഴയ്ക്കാനൊക്കെ ആയിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് പോവുക. ഞാനത് എല്ലാ കമൻറ്റുകളും നോക്കുന്ന ആളാണ് ഞാൻ. ചില കമൻറ്റുകളൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം വായിക്കാൻ അറിയാത്തതുകൊണ്ട്, ഇംഗ്ലീഷല്ലേ. അല്ലാതെയുള്ള മാക്സിമം എനിക്ക് നോക്കാൻ പറ്റുന്ന കമൻറ്റുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്, ഞാൻ മറുപടി തരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ ഇതുപോലെ നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. ഉത്തര പ്രമോ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. ആ ചാനലിലേക്കൊക്കെ പോവുക. ഇപ്പോൾ ഈ ചാനലിന് കിട്ടുന്ന അതേ സപ്പോർട്ടും സുരക്ഷിതത്വവും എനിക്ക് അതിൽ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം. എല്ലാവരും കാത്തിരിക്കുക. ബൈ.